പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മാരാക്കൽ വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മലമ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മാരാക്കൽ 20-ാം വാർഡിൽ തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജോളി ജോർജ് അധ്യക്ഷത വഹിച്ചു. വലക്കാവ് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ KC അഭിലാഷ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓടകൾ വൃത്തിയാക്കുക, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, കൊതുക് ഉറവിടങ്ങൾ നശിപ്പിക്കുക, വാർഡ് തലത്തിൽ മാലിന്യ സംസ്കരണം നടത്തുക, വീടുകൾ കയറി അറിയിപ്പുകൾ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകി എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി രോഗങ്ങളെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC അഭിലാഷ് പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരായ മാരാക്കൽ സബ് സെന്റർ ഉദ്യോഗസ്ഥരായ ലില്ലിക്കുട്ടി, പ്രഭ, ആശാ വർക്കർ ഗ്രേസി, പൊതുപ്രവർത്തകരായ VB ചന്ദ്രൻ, ഷാജി കീരിമുളയിൽ, തങ്കച്ചൻ നരവത്ത്, നോബിൻ എന്നിവരോടൊപ്പം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രധാനപ്പെട്ടവരും പങ്കെടുത്തു. ഉറവിട നശീകരണം, കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന ടയറുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ എന്നിവ നീക്കം ചെയ്യുകയും ഓടകളും തോടുകളും അഴുക്കുചാലുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുക, ഡ്രൈ ഡേ ആഴ്ചയിലൊരിക്കൽ വീടും പരിസരവും പരിശോധിച്ച വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നീ കാര്യങ്ങൾക്ക് വാർഡിലെ എല്ലാവരും നേതൃത്വം നൽകണമെന്ന് ജോളി ജോർജ് പറഞ്ഞു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മഴയ്ക്ക് മുമ്പ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനമെടുത്തു. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷമായി ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തത് മൂലം തന്നെ നമ്മുടെയൊക്കെ പ്രദേശത്ത് മഴ പെയ്തു തുടങ്ങുമ്പോൾ തന്നെ പനിയും, ഡെങ്കിപ്പനിയും, എലിപ്പനിയും ഒക്കെ വർദ്ധിച്ച് ആളുകളുടെ ആരോഗ്യസ്ഥിതി അപകടകരമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്. എലിപ്പനി മൂലം മരണപ്പെട്ട ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ കഴിഞ്ഞ വർഷം 2 or 3 അതിലധികമോ ആളുകൾ എലിപ്പനിയിൽ മരണപ്പെടുന്നു. ഡെങ്കിപ്പനി അപകടകരമായ സാഹചര്യത്തിൽ പടർന്ന് പന്തലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പ്രാവശ്യം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. നമുക്കറിയാം, മഴക്കാലത്തിന് മുമ്പുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ ആശാ വർക്കർമാർ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തുറന്നുവിടാൻ പറയുന്നത്, ചിരട്ട ഉണ്ടെങ്കിൽ ചിരട്ടകൾ കമന്ന് കിടക്കുന്നത്, മലർന്ന് കിടക്കുന്നത്, അങ്ങനെ ചിരട്ടകളൊക്കെ എടുത്തു മാറ്റാൻ പറയുന്നത്, പരിസരങ്ങൾ ശുചീകരിക്കാൻ പറയുന്നതൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു അറിയിപ്പ് നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് വ്യാപകമായ പനി മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. പനി മരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എലിപ്പനി വന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല. സാധാരണ പനിയാണെന്ന് കരുതി ആളുകൾ ഇരിക്കും. പക്ഷേ 2 ദിവസം കൊണ്ട് ക്രിയാറ്റിൻ കൂടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന രീതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാലാണ് ഇത് എലിപ്പനി ആയിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനു വേണ്ട പ്രതിരോധ മരുന്നുകൾ പോലും കഴിക്കാതെ നമ്മുടെ പ്രദേശത്തെ ആളുകൾ തൊഴിലിന് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെയാണ് ഇത്തരം മരണങ്ങൾക്ക് കാരണം. ഇനിയിപ്പോൾ ഡെങ്കിപ്പനി വന്നാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ കൗണ്ടും പ്ലേറ്റ്ലേറ്റും കുറഞ്ഞ് മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് ടെസ്റ്റ് ചെയ്ത് ഡെങ്കിപ്പനിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ പ്ലേറ്റ്ലേറ്റ് കൂട്ടാനും കൗണ്ട് കൂട്ടാനും നമ്മളൊക്കെ നമ്മുടെ പ്രദേശത്ത് പപ്പായ കഴിക്കാനും അല്ലെങ്കിൽ കിവി കഴിക്കാനും അല്ലെങ്കിൽ പ്ലേറ്റ്ലേറ്റിൻ്റെ മരുന്ന് കഴിക്കാനും ഒക്കെ നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോൾ അപകടകരമായ സാഹചര്യങ്ങൾ മഴക്കാലത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരന്തരം ആളുകളെ ബാധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിനു വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനെടുത്ത ഒരു പ്രധാനപ്പെട്ട സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി ജോളി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രദേശത്ത് ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.